ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം വീണ്ടും ഇന്നലത്തെ ഒരു എനർജിയുടെ ബാലൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 2 ഓഫ് സ്വോർഡ്സ് ഒരു ഇൻഡിസിഷൻ്റെ എനർജിയാണ്. അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏത് തീരുമാനം വേണോ വേണ്ടയോ എന്നാണോ, അതോ എന്താണോ തീരുമാനം അത് ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന വിധം ഒരു പ്രശ്നമുള്ളതായതുകൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് 2 ഓഫ് സ്വോർഡ്സ് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏത് തീരുമാനം എടുത്താലും വേദന ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തീരുമാനം എടുക്കാതെ നിൽക്കുന്നൊരു എനർജിയാണ് 2 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി. ഇവിടെ 7 ഓഫ് സ്വോർഡ്സ് എന്നൊരു കാർഡാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വായിക്കുന്നതായിരിക്കും നല്ലത്. സ്പ്രെഡ് ചെയ്യാം. 5 ഓഫ് കപ്സ്, 8 ഓഫ് സ്വോർഡ്സ്, Ace of Pentacles, the Hierophant, the Lovers, 8 of Cups, Judgment, Page of Swords and Knight of Cups ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ 2 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 7 ഓഫ് സ്വോർഡ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉള്ള ഒരു എനർജി എന്ന് പറയുന്നത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപുണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ പാസ്റ്റിലത്തെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വൈഷമ്യം തോന്നുന്നത്. കാരണം രണ്ട് തീരുമാനവും എടുത്താലും എടുത്തില്ലെങ്കിലും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് പെയിൻഫുൾ ആകും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇൻഡിസിഷൻ്റെ ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നു. അവിടെ ഒരു തീരുമാനമില്ലായ്മ നിങ്ങളെ ഭരിക്കുന്നു എന്നുള്ളതാണ് 2 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി. അതിന് കാരണം പാസ്റ്റിൽ നിങ്ങൾ ഇതേ സാഹചര്യത്തിൽ നിന്നിട്ട് ചതിക്കപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചതി നിങ്ങളെ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ബോട്ടം ഡെക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ റീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ എനർജിയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിട്ട്. കാരണം കപ്പാണ്, 5 ഓഫ് കപ്പാണ്. അപ്പോൾ ഇമോഷണലി നിങ്ങൾക്ക് നഷ്ടമാണ് വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ആ നഷ്ടത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. അതിലേക്ക് നിങ്ങൾ നോക്കാൻ തയ്യാറല്ല. നിങ്ങൾ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തോ ഒരു പെയിൻ, പാസ്റ്റിലുണ്ടായിട്ടുള്ള ഒരു നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം വെറുതെ മനസ്സിലൊരു വേദന, വിഷമം, വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ തോന്നാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. പിന്നെ 8 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവസരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ട ആൾ, നിങ്ങളാണ് ഒരു ആക്ഷൻ എടുക്കേണ്ട ആൾ. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറല്ല. നിങ്ങളൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊരു തടവറയിൽ പെട്ടുപോയിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരാളെയും കേൾക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷനും എടുക്കാൻ നിങ്ങൾ തയ്യാറാവാതെ നിങ്ങളായിട്ട് ഒരു സെൽഫ് മെയ്ഡ് ട്രാപ്പിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇന്ന് ഞാൻ പെട്ടുപോയി, ഞാൻ ഇരയായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതാണ് 8 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഈ 2 ഓഫ് സ്വോർഡ്സിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് 2 അവസരങ്ങളുണ്ട്. ചിലപ്പോൾ 2 ജോലി ആയിരിക്കാം. അപ്പോൾ അതിൽ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണം സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് ഈ 2 ഓഫ് സ്വോർഡ് പറയുന്നത്. അതുപോലെ 5 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ടാവും. പക്ഷേ പുതിയ അവസരങ്ങളെ പഴയതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
പഴയതായിരുന്നു നല്ലതെന്ന് തോന്നുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ഒത്തൊരു ദുഃഖം തോന്നാൻ സാധ്യതയുണ്ട്. 8 ഓഫ് സോർട്സും പറയുന്നത് നിങ്ങൾ മനസ്സിലെ കുറേ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ചിന്തകളൊന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറല്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു സെൽഫ് ബൗണ്ടായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് വളരെ ധാരാളമായിട്ട് പണം ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു ട്രസ്റ്റ് ഇഷ്യൂൻ്റെ കാർഡാണ്. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ള കാർഡാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് പറയുക, കമ്മിറ്റ്മെൻറ്റ് കിട്ടുക, പിന്നെ ഒരു പുതിയൊരു ധനസമ്പാദന മാർഗം ഇന്നേ ദിവസം തുടങ്ങി വെക്കുന്നതാവാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഒരു പുതിയ തുടക്കം എന്നാണ്, ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയിൽ ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസിന് ക്ലാരിറ്റി, ഫൂൾ കാർഡും അതുപോലെ ജഡ്ജ്മെൻറ്റുമാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, വീണ്ടും പുതിയ തുടക്കമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ജഡ്ജ്മെൻറ്റിലാവുന്നു എന്നാണ്, നിങ്ങൾക്കതിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ പുതിയ തുടക്കം വേണമെന്ന് മനസ്സിൻ്റെ 2 തലങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു മൂവ്മെൻറ്റ് വേണം, ഒരു പുതിയ തുടക്കം വേണമെന്നൊരാഗ്രഹമുണ്ട്, ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്കത് വേണോ വേണ്ടോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ജഡ്ജ്മെൻറ്റിലാണ്, അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ക്ലാരിറ്റിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് 2 ആകാം കേട്ടോ. പണമാകാം, ഒരു ധനസമ്പാദന മാർഗമാകാം, ചിലപ്പോൾ ചില മനുഷ്യരോടുള്ള വിശ്വാസക്കുറവായിരിക്കാം ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. വാക്ക് കൊടുക്കുക, കമ്മിറ്റ്മെൻറ്റിലേക്ക് വരിക, അതൊക്കെയാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ വിശ്വാസവഞ്ചന നടക്കുക, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മീനിങ്സ് വരുന്നത്. ദെൻ ഹീറോഫെൻറ്റിൻ്റെ കാർഡ് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. അതുപോലെ ചിലപ്പോൾ നിങ്ങളിന്ന് ആരാധനാലയങ്ങളിൽ സന്ദർശിക്കാൻ പോകുന്നുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും മോസ്റ്റ് പ്രോബബിളി ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളോ പള്ളിയിലൊക്കെ ആരാധനാലയങ്ങളിൽ പോകുന്നതാവാം. പിന്നെ ഒന്ന് സ്പിരിച്വൽ ഗുരുവിനെ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങളിന്ന് മീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരാളെ നിങ്ങളിന്ന് മീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതൊരു സ്പിരിച്വൽ ഗുരുവായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അതൊരു മതത്തിൻ്റെയോ ഒരു സാമുദായിക നേതാവോ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് ഈ ഹീറോഫിനിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ലവേഴ്സിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നൊരു റീയൂണിയൻ്റെ കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു നിമിഷം ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു റീയൂണിയൻ്റെ ദിവസമാണ്. അതുപോലെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരു ലവിൻ്റെയും സെക്ഷുവാലിറ്റിയുടെയൊക്കെ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കും കൂടിയാണ് കേട്ടോ. പരസ്പരം മനസ്സിലാക്കുക, അല്ലെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക എന്നൊക്കെയുള്ളതാണ് ശരിക്കും പറയുന്നത്. എപ്പോഴും ഒരു ഈ എല്ലാ ബന്ധങ്ങളിലും പരമായിട്ട് വേണ്ടത് ഒരു സൗഹൃദമാണ്. എന്നാൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷന് ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. അവിടെ ഒരു ഡോമിനൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഡോമിനൻസ് ഇല്ലാതിരിക്കുന്നത് എപ്പോഴും സൗഹൃദത്തിലാണ്. അപ്പോൾ അതായിരിക്കും നല്ലത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്ന ഒരു സൗഹൃദമാണ് എല്ലാ ബന്ധത്തിനും ഒരു അടിസ്ഥാനമായിട്ട് ഉണ്ടാവേണ്ടതായിട്ട് കാണുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്നൊരു റീയൂണിയൻ്റെ കാർഡ് കാണുന്നുണ്ട്. നെക്സ്റ്റ് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് പ്രതീക്ഷ രീതിയിലുള്ളൊരു ഇവർ പ്രതീക്ഷിക്കുന്ന പോലുള്ളൊരു ഫലമില്ലാത്തത് കൊണ്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നതാവാം. ചില ബന്ധങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുമല്ലോ. ഇതൊക്കെ കപ്പ് എനർജി ആയതുകൊണ്ടാണ് ഈ ബന്ധങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടോ. ഇമോഷനുമായി കണക്റ്റഡ് ആണ് ഈ കപ്പ് എന്ന് പറയുന്നത്, വാട്ടർ സൈനാണ്. അപ്പോൾ ഇവിടെ 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആവുന്നു, മറ്റൊരു ഡയറക്ഷനിലേക്ക് നമ്മൾ പോയി ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് മോസ്റ്റ്ലി പറയുന്നത് നമ്മൾ ചില സാഹചര്യങ്ങളിൽ വല്ലാതെ മനസ്സ് മടുത്തു പോവുക, നിരാശരായി പോവുക, നമ്മൾ എത്ര കാത്തിരുന്നിട്ടും അതിന് ഫലമില്ലാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എത്ര അങ്ങോട്ട് കൊടുത്തിട്ടും തിരിച്ച് അതുപോലെ കിട്ടാതിരിക്കുക, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുക, നാണം കെടുത്തുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സ് മടുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഈ 8 ഓഫ് കപ്സ് വരാറുള്ളത്. അതായത് മാനസികമായിട്ട് അടുപ്പമില്ലാതെ അയാൾ മറ്റൊരു തലത്തിൽ ചിന്തിച്ചിട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് 8 ഓഫ് കപ്സ്. അപ്പോൾ ചില ഇടങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങളിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ചില ആളുകളെ വേണ്ടി നോക്കുന്നതാവാം, ചില സാഹചര്യങ്ങൾ വേണ്ടി നോക്കുന്നതാവാം. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഈ 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ഈ കാർഡ് നമ്മൾ ഓൾറെഡി ഏസ് ഓഫ് പെൻറ്റക്കിൾസിന് ക്ലാരിറ്റിയിലും ജഡ്ജ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ 2 ഓഫ് സോർഡ്സും ജഡ്ജ്മെൻറ്റും ഒക്കെ പറയുന്നത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് വേണോ വേണ്ടയോന്നോ അല്ലെങ്കിൽ അത് വേണോ ഇത് വേണോന്നോ ഒക്കെയുള്ളൊരു കൺഫ്യൂഷനാണ്, ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് സോർഡ്സ് ആണ്. ഇതൊക്കെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പേജ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ പാസ്റ്റിൽ നിങ്ങൾക്ക് കടന്നു പോയിട്ടുള്ള സാഹചര്യം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ ഇതേ എക്സ്പീരിയൻസിൽ കൂടെ പാസ്റ്റിൽ ഒന്ന് പോയിട്ടുള്ളതാകും. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു തീരുമാനം എടുക്കാനായിട്ട് ഭയം ഉണ്ടായിരിക്കും. കാരണം പാസ്റ്റിൽ നിങ്ങൾ തകർന്ന തരിപ്പണമായി വീണിട്ടുള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് വീണ്ടും അതേ സാഹചര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകും. ഇനി ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ അത് തെറ്റിപ്പോകുമോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ തീരുമാനം എടുക്കാനും പേടിക്കുന്നത്. ആ തീരുമാനം തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജഡ്ജ്മെൻറ്റും 2 ഓഫ് സോർഡും അതുപോലെ പേജ് ഓഫ് സോർഡ്സും ഒക്കെ വരുന്നത്. പാസ്റ്റിലത്തെ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റിലത്തെ കാര്യത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള അനുഭവം എന്തായാലും അല്ലെങ്കിൽ ഒരു പാഠം എന്തായാലും ആ പാഠത്തിനെ നിങ്ങൾ ഉൾക്കൊള്ളുക. അതിൻ്റെ ബേസിസിൽ വേണം നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ. കാരണം ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന 7 ഓഫ് സ്വോർഡാണ്. അതൊരു ചതിയുടെ കാർഡാണ്. പാസ്റ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചതി കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇനി വരുന്ന എല്ലാ കാര്യങ്ങളെയും നോക്കാൻ പോകുന്നത്. ഇനിയിപ്പം ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസിനകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും പണം ഓഫർ ചെയ്യുകയാണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ പണത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ ആ പണം ഒന്ന് മേടിക്കാൻ ഭയപ്പെടും, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീറോഫിൻ്റെ കാർഡുണ്ട്. നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുവാണ്. അപ്പോൾ പണ്ടൊരിക്കൽ ഒരു ഗൈഡൻസ് കിട്ടി ചതിക്കപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മറ്റൊരാളുടെ അടുത്തുനിന്നൊരു ഒരു ആശയം സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുൻപുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പാഠം ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഭയമാണ് മുന്നോട്ടൊരു ആക്ഷൻ എടുത്ത് പോകാനെന്നാണ്. അപ്പോൾ നിങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യം കണ്ടുകൊണ്ട് തീരുമാനം ഇന്നേ ദിവസം എടുക്കുന്നില്ല എന്നുള്ളതാണ് പേജ് ഓഫ് സോർഡ്സും പറയുന്നത്. ലാസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ, പാസ്റ്റിൽ നിങ്ങളെ ചതിച്ച് പോയിട്ടുള്ള ഒരാൾ, അതിപ്പോൾ പേജ് ഓഫ് സോർഡ്സും 7 ഓഫ് സോർഡ്സും നൈറ്റ് ഓഫ് കപ്സും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലായിരിക്കും കേട്ടോ. മുൻജന്മത്തിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ. 7 ഓഫ് സോർഡ് ചതിയുടെ കാർഡാണ്. അപ്പോൾ മുൻജന്മത്തിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് വീണ്ടും ഒരു കപ്പ് ഓഫ് ലവ്, ഒരു കമ്മിറ്റ്മെൻറ്റ്, ശരിക്കും അയാളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ തരാനായിട്ട് സാധ്യതയുണ്ട്. അയാളുടെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള വേർഷൻ കാണിച്ചിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇങ്ങനെയാണ് സംഭവം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ വേണം, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ വേണം എന്നൊക്കെ ഈ പറഞ്ഞ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു ആൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നതാണ് ഈ നൈറ്റ് ഓഫ് കപ്സ്. അത് പാസ്റ്റിൽ നിന്ന് ഒരുപാട് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ജന്മത്തിലെ ആണെങ്കിൽ. അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കും ഈ ജന്മം നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ മറ്റു ചില മീനിങ്സും കൂടിയുണ്ട്. നമ്മൾ ഒരു സഹായം തേടി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു സഹായം മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഓഫർ, ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പോൾ നിങ്ങൾ വീട് പണിയൊക്കെ നടക്കുവാണെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരാൾ വീട് വെക്കുന്നതിന് ഒരു മരം വെട്ടിക്കോ എന്ന് പറയുന്നതാകാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഓഫറായിട്ട് വന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില ആളുകൾ നിങ്ങളെ സഹായിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. 7 ഓഫ് സോഡിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചതിക്കപ്പെടാൻ മീൻസ് ചതിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് കള്ളമാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അവിടെ ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് ഇന്നേ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറച്ചൊന്ന് ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ അവരാണ് ഇവരാണെന്നൊന്നും പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതാണ് 7 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസിലെ ഫസ്റ്റ് കാർഡ് നോയെന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോയാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്. അപ്പോൾ കുറച്ച് ആഴ്ചകൾ നിങ്ങളുടെ മനസ്സിൽ
എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ളൊരു ടൈം ലൈൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിന്നാണ്. അപ്പോൾ കുറച്ച് ആഴ്ച എന്ന് പറയുമ്പോൾ എത്ര ആഴ്ച വേണമല്ലോ കേട്ടോ, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്. അപ്പം കുറച്ചാഴ്ചകൾ തന്നെ യു ആർ റെഡി, നിങ്ങൾ റെഡിയാണ്. യൂണിവേഴ്സിനെ സ്വീകരിക്കാനാവാം, യൂണിവേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാവാം, യൂണിവേഴ്സ് തരുന്ന ഇൻഡ്യൂഷൻസിനെ സ്വീകരിച്ച് വർക്കൗട്ട് ചെയ്യാനായിരിക്കാം. അൺലൈക്ലി എന്നും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അസാധാരണമായ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അതാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ അതാണ് ഏഞ്ചൽസ് ഗൈഡൻസ്. നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിന് ഉള്ള ഗൈഡൻസ്. ലവേഴ്സ് മീൻസ് ഏത് ലവറും ആകാം കേട്ടോ. അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്ന ലവറാകാം, ബ്രദർ സിസ്റ്ററിനെ സ്നേഹിക്കുന്ന ആളാകാം, ഹസ്ബൻഡിനെ സ്നേഹിക്കുന്ന ആളാകാം, മക്കളെ സ്നേഹിക്കുന്ന ലവറാകാം, അതല്ലെങ്കിൽ അല്ലാതെ റിലേഷൻഷിപ്പിലുള്ളവരും ആകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം നമുക്ക്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡാണ്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, അവിടെ കുറച്ച് ക്ലാരിറ്റി കിട്ടാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ഓഫ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരാളല്ല നിങ്ങളുടെ ഈ പറഞ്ഞ സോൾമേറ്റ്. ഇപ്പോൾ നിങ്ങൾ ആരാണോ മനസ്സിൽ വിചാരിച്ചത് ആ ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അയാൾ യൂഷ്വൽ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല, അദ്ദേഹം വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലേർട്ടാണ്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. നിങ്ങളുടെ ലൈറ്റ് ഹാർട്ടഡ് എനർജി ആയ ലവ് എനർജി മറ്റുള്ളവരിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യാനാണ് പറയുന്നത്. തേർഡ് കാർഡ് എൻഗേജ്മെൻ്റ് ആണ്. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. പുതിയ കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ് നോക്കാം. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്. വീണ്ടും കോൺവെർസേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം. എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഹൃദയം തൊട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവട്ടെ. ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. പരസ്പരം ഓണസ്റ്റായിട്ട് സംസാരിക്കുക. ഉള്ളിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുക. ഉള്ളിൽ വെച്ചിട്ട് വേറൊന്ന് കാണിച്ചാൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടും, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും, റിലേഷൻഷിപ്പുകൾ അറ്റുപോകും. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.